ഞാൻ ഇന്നുള്ളത് അമ്പൂരിയിലാണ്. അമ്പൂരിൽ കുമ്പച്ചിക്കടവ് പാലത്തിലാണ്. അമ്പൂരി കുമ്പച്ചിക്കടവ് പാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കാണുന്ന മലയാണ് അമ്പൂരി. ഈ ഭാഗം പുരവി മലയാണ്. ശരിക്കും ഈ ഒരു പാലം ഒരു മെയിൻ പാലമാണ് കേട്ടോ. ഈ പാലത്തിന്റെ മേലെ നമ്മൾ കുരിശുമല, കാളിമലയാണ്. ദോ അത് കാണുന്ന അരണ്ട് മല. അപ്പോൾ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് അവിടെ കാണാം. അവിടെ പോയാലും ക്ലിയർ ആയിട്ട് ഈ ഒരു പാലം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പാലം വരുന്ന മുമ്പേ നിങ്ങൾ ശരിക്കും ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇവിടെ പറ്റുമ്പോൾ ഈ ഒരു കടത്ത് വെള്ളം കയറിയാണ് അപ്പുറത്ത് പോകാൻ. ഞങ്ങൾ കറുത്ത് തുടങ്ങി, പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യും. നമ്മൾ വീഡിയോ ചെയ്യാനല്ലേ വന്നത്. അമ്പൂരിൽ നിന്നും പുരവി മല പോകാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ തോണി കയറി വേണം അപ്പുറത്തെ മലയിൽ പോകാൻ, പിന്നെ പുരവി മലയിൽ പോകാൻ. ഇത് നമ്മളെ പുതിയ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ പാലം ഇതാണ്. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു ആൾക്കാർ ഇവിടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം. ഒരു പാലം വരുന്ന മുമ്പേ ആൾക്കാർ ഇവിടെ വന്നിട്ട് തോണി കടന്ന് വേണം അപ്പുറത്ത് വന്ന്. തോണി ഇപ്പുറത്ത് കിടപ്പുണ്ട്, ഞാൻ പറ്റുമെങ്കിൽ അപ്പുറത്തേക്ക് കാണിച്ചു തരാം. പഠിക്കുന്ന പിള്ളേരായാലും ജോലി ചെയ്യുന്ന ആൾക്കാരായാലും ഏത് ആ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആരായാലും അവരാരും മലയിൽ നിന്ന് ഇപ്പുറത്ത് അമ്പൂരി വരാൻ വേണ്ടി ആ തോണി ആശ്രയിച്ചാണ് ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. കുറിച്ചിൽ കടവ് പാലത്തിൻ്റെ ഫുൾ വ്യൂ ആണിത്. കണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും ഏകദേശം നമുക്ക് ആ പാലവും ഏകദേശം ആ വർക്ക് ഏതാണ് നമുക്ക് ഈ ഒരു ദൃശ്യത്തിൽ കാണാൻ പറ്റും. കടത്ത് വെള്ളം കയറി വേണമായിരുന്നു അവർക്ക് അമ്പൂരി വരാനായിട്ട്. അവർ ബേസിക് നീഡും വീട്ടിൽ സാധനങ്ങളും എന്തായാലും അവർ വരേണ്ടതെന്ന് പറഞ്ഞാൽ അമ്പൂരി മാർക്കറ്റിലാണ്. അവിടെയാണ് ഇവരെ സാധനങ്ങൾ വാങ്ങാൻ അവർക്ക് ഈസി വരാനും പോകാനും. ഒരു പാലത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 2022 ഈ ഒരു പാലമൊക്കെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഇപ്പോൾ 2025 കംപ്ലീഷൻ സ്റ്റേജിലായിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ അമ്പൂരി കണക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാലമാണ് കേട്ടോ ഇത്. ശരിക്കും ഇമ്പോർട്ടൻറ്റ് പാലമാണ്. അപ്പോൾ MLA CK ഹരിൻ സാറിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് ഈ ഒരു പാലം ഇവിടെ ഈ ഒരു സ്റ്റേജിൽ വന്ന് എത്തിച്ചതിന്. പുരവിമല അങ്ങോട്ട് പോകുന്ന ഭാഗമാണ്. ആ റോഡിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടികളൊന്നും കിടത്തി വിടാത്തത്. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ടാണ് പുരവിമല. ഇത് നമ്മൾ അമ്പൂരി സൈഡായിരുന്നു, ഇപ്പം നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറമാണ്. അപ്പോൾ നിങ്ങൾ കടത്തുവഞ്ചി കാണിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നത്. ഈ ഒരു പാലം കിടന്ന് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നമ്മളെ കരിക്കുഴി എന്ന സ്ഥലം. കരിക്കുഴി പോസ്റ്റ് ഓഫീസ്. അയ്യോ, നമ്മളെ കുമ്പിച്ചിൽ കടവ് പാലം അതിൻ്റെ വൈഡ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് വഞ്ചി കയറി എന്തോ അപ്പുറത്ത് പോകാൻ അത്രയും കഷ്ടപ്പെട്ടായിരുന്നു ആൾക്കാർ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ആ സൈഡ് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയില്ല, അതെല്ലാം മാറി. വഞ്ചി ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ ആളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ കാണിച്ചു തരാൻ പറ്റാത്തത്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കടവ് എങ്ങനെ അക്കരെ പോകുന്ന ആ ഒരു വിഷ്വൽ കാണിച്ചു തരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പോസിബിൾ അല്ല, ആളില്ല. ഈ പാലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ലൈഫ് തന്നെ മറിക്കുന്നൊരു പാലമാണ്. തന്നെ ആ ട്രാൻസ്പോർട്ട് സിസ്റ്റം അത്രയ്ക്ക് ഈസി ആയി കൊടുത്ത് ഈ ഒരു ഒറ്റ പാലം കൊണ്ട്. അപ്പോൾ അവരെ ലൈഫിലെ ടൈമും ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അപ്പോൾ നല്ലതാണ്, അടിപൊളിയായി പാലം. സമയം 4 അപ്പോൾ വെള്ളാടിൽ നിന്ന് KSRTC ബസ് സർവീസ് ഉണ്ട്. പുഴനിമല പിള്ളേരെ കൊണ്ടുവിടാനുള്ള സർവീസാണ്, ഫ്രീ സർവീസാണ് പിള്ളേർക്ക് വേണ്ടി മാത്രം. അപ്പോൾ അത് ഏകദേശം വരാറായി. അപ്പോൾ അതിൻ്റെ വിശ്വാസം കൂടെ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. ഇതാണ് ലൈഫ് ചേഞ്ചിങ് പാലം ഞാൻ പറഞ്ഞത് തന്നെ. ഇനി ഈ ഒരു ജനറേഷൻ ഇനി കടത്തഞ്ചി കിടന്ന് വേണ്ട അപ്പുറത്ത് പോകാൻ ഇപ്പുറത്ത് വരാൻ. ഇനി അവർക്ക് നടന്നോ വണ്ടിയിലോ ബസ്സിലൊക്കെ പാലം കിടന്നൊക്കെ അമ്പൂരി പോകാൻ പറ്റും.